അർജുൻ സർ, മേ കം ഇൻ? കേറി വാടി കഴുതേ. എന്തൊരു റെസ്പെക്ട്. ഒത്തിരി ഇഷ്ടത്തോടെ എന്റെ ജന്മദിനാശംസകൾ. നന്ദി പറയാൻ പാടില്ല പ്രിയതമയോട്. ഓക്കെ, പാടണ്ട. ഐ ലവ് യു. ഐ ലവ് യു. ഓ, പാൽപായസം വരുന്നുണ്ട്. ആ, അത് ആർക്കും തരാവുന്നതല്ലേ? അത് ശരിയാ. നിനക്ക് മാത്രം തരാവുന്ന ഗിഫ്റ്റ്. അതെന്താ? അതറിയില്ലേ ഉമ്മ? തന്നോളൂ, സ്നേഹ ചുംബനം. എന്റെ പൊന്നമൃതേ, നീ വേഗം കൊടുക്ക്, അല്ലെങ്കിൽ ആ ശീതൾ വന്ന് കൊടുക്കും. സ്വപ്നായിരുന്ന കവിളി തന്നോളൂ. ഇതൊക്കെ ഭ്രാന്തായ. അകത്തേക്ക് വരാൻ ഡോർ മുട്ടിയത്. അമൃതയുടെ വിഷം കാത്തിരിക്കുന്ന അർജുൻ ഡോർ തുറക്കുന്നു. ഞാൻ അവളെ പൊക്കിയെടുത്ത് മുത്തം കൊടുക്കുന്നു. മുത്തം കൊടുക്കൂ. ഡോർ നോക്കുമ്പോഴാണ്ടാ സോപ്പ് പൊതയും റോസാപ്പൂവും ശീതൾ. ഈ അമൃത അർജുന്റെ അടുത്താണ് കിടന്നുറങ്ങണേ. ഓക്കെ, എനിക്കിപ്പോ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ എന്താ? ഐ ലവ് യു അർജുൻ. ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ? എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഞാൻ വിഷ് ചെയ്തിട്ട് ആരും വിഷ് ചെയ്യാവൂ. ഈ ക്രിഞ്ചൊക്കെ പണ്ടുണ്ടല്ലേ? ബൊക്കയും ചുംബനും ഒക്കെ തന്നിട്ട് പോയി. ചുംബനം തന്നോ? ഞാൻ കണ്ടില്ലാല. അവിടെ വന്ന് വിശ്വസ് പറയുമെന്ന് ഞാൻ കരുതിയില്ല. അതെ, എന്താ കരുതാത്തെ? അവളെ എന്നിലേക്ക് അടുപ്പിച്ചോണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവളെ ഞാൻ തിരിച്ചെടുത്തു വരും. വേഗം എടുക്കങ്ങോട്ട്. ഹായ് അമൃത. ഹായ് വർഷ. വർഷ, അവളുടെ ഒരു ഹായ്. എന്റെ ബർത്ത്ഡേ ആഘോഷം അതിഗംഭീരമാക്കാൻ ഞാൻ തീരുമാനിച്ചു. നീ അവിടെ ഒറ്റയ്ക്കിരുന്ന് തീരുമാനിച്ചോ? രാത്രിയിൽ വിളക്കുകൾ കൊണ്ട് അലങ്കാരം. എന്താ ദീപാവലിയ? 5 തരം പായസം. നിന്റെ കല്യാണത്തിന് ഒരു 5 കൂട്ടം പായസം ഉണ്ടായില്ല, പിന്നെ ഇപ്പൊ വാങ്ങാൻ പോണേ. 51 കറികളോട് സദ്യ. ഓക്കെ, ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാം. നല്ല കാര്യം. അമൃത കൂടി എന്നെ ഹെൽപ്പ് ചെയ്യണം. അവളെ കൂടി വിളിച്ചോളൂ. അമൃത, ശരി, എന്നാ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ബർത്ത്ഡേ അറേഞ്ച് ചെയ്യാൻ എന്തിനാ സമ്മതിച്ചത്? അതെ, എന്തിനാ? എന്തുകൊണ്ടാണെന്ന് ചോദിക്കേ. അതല്ലേ ചോദിച്ചേ. അവൾ അങ്ങനെ പറഞ്ഞപ്പോ എന്തുകൊണ്ട് അവളെ എതിർത്തില്ല? അത് പോയി. ഈ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വേണം കരുക്കൾ നീക്കാൻ. വർഷം നന്നായിട്ടില്ലട്ടാ. ശീതൾ മാഡം, റാസ്ബറി ഈവന്റ് മാനേജ്മെന്റിൽ നിന്നാണ്. ഇതാരാ മഞ്ഞക്കണ്ണട വെച്ചുണ്ട്? ആർട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്കിൽ പിന്നെ ഞങ്ങളെ വിളിക്കേണ്ടിയിരുന്നില്ലല്ലോ. അമൃത വെക്കുന്ന ഷർട്ടിന്റെ അടുത്ത് ശീതൾ എടുത്ത് ഷർട്ട് കൊണ്ടേ വെക്കും. അർജുൻ ഈ ഷർട്ടേ ഇടുള്ളൂ. അർജുൻ ഏത് ഷർട്ട് ഇടും? ഉമ്രുന്റെ കഴുത്തിൽ എന്താ നെറ്റിപ്പെട്ടോ? അർജുൻ, പുല്ല്, എന്റെ ബർത്ത്ഡേ ആണോ കല്യാണോ? പവർ കട്ടുണ്ടോ? സർപ്രൈസ് ആയി. ഇതാരെ ഇങ്ങനെ അറേഞ്ച് ചെയ്തെന്നാവും ആലോചിക്കുന്നതല്ലേ? എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾ ഉള്ള എന്റെ ഭാര്യക്കല്ലാതെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാൻ കഴിയില്ല. ശീതള ഇതൊക്കെ ചെയ്തത്. അർജുൻ, പുല്ല് പറഞ്ഞും പോയി. ഇങ്ങനെ മാറ്റുമത്. മുറിക്കുന്നതിന് മുമ്പ് ഫ്രഷ് ആയി ഡ്രസ് മാറ്റി വരും. ഞാൻ ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അർജുൻ ഏത് ഷർട്ട് ഇടും? നീലയിടോ റെഡ് ഇടോ? ബ്യൂട്ടിഫുൾ. ഭാഗ്യം, അമൃതയുടെ തന്നെ എടുത്തു. ഈ കളർ എനിക്ക് ഇഷ്ടമല്ലെന്ന് അമൃതയ്ക്ക് അറിയാലോ. അതാവും 2 എടുത്തത്. അമൃതയ്ക്കാണെങ്കിൽ ടെൻഷൻ. ഏത് ഷർട്ട് ഇടാമോ? എന്റെ ഇടോ, അവളുടെ ഇടോ, എന്റെ ഇടോ, അവളുടെ ഇടോ, എന്റെ ഇടോ, അവളുടെ ഇടോ. അർജുൻ നീല ഷർട്ട് ഇട്ടോ? ഇതെങ്ങനെ? കേക്ക് മുറിച്ചിട്ട് കേക്ക് എടുത്ത് അമൃതയുടെ നേരെ നീട്ടുമ്പോ ശീതൾ വന്നത് അങ്ങോട്ട് കടിക്കും. അർജുന്റെ മീശയമേ കാക്കും. ഈശ്വര, എന്റെ അമൃത കൊച്ചിന് കേക്ക് കിട്ടിയില്ല. പണിപ്പാളി, കരയുമോളെ കരയ്, നീ കര, ഞാൻ വെള്ളം നീ. അർജുൻ പെർഫെക്റ്റ് ആണ്. അതെ, അവൻ ഭയങ്കര പെർഫെക്റ്റ് തന്നെ. ഉദാഹരണത്തിന് നീ. ഞാനോ? ഓഹോ, മായാവതിയുടെ പ്രേരണയിൽ നിന്ന് ഇപ്പൊ അകന്നിട്ട് എന്നോട് നീ അടുക്കുകയും ചെയ്തിരിക്കുന്നു. ശരി. അതുകൊണ്ട് തന്നെ നീ പെർഫെക്റ്റ് ആയി. അപ്പൊ ഉമ്മറ് പെർഫെക്റ്റ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് മായാവതിയും വർഷം സംസാരിക്കുന്നത് ബാത്റൂമിൽ നിന്ന് വരുന്ന അർജുൻ കേൾക്കും. ഞാൻ വശീകരണ പൊടി ജ്യൂസി കലക്കി കൊടുത്തയച്ചതാ. ആ ജ്യൂസും കുടിച്ച് ബോധമില്ലാതെ ചെയ്ത അക്രമമാ അമൃതയെ ഗർഭിണിയാക്കിയത്. അർജുൻ സത്യം തിരിച്ചറിയും. മാപ്പ് എന്തിന് പെങ്ങടെ പോണേ നീ? ഇന്നത്തെ ബർത്ത്ഡേ ഗംഭീരമായിരുന്നു അല്ലേ? അമൃത ഇത്തിരി പോസസീവ് ആവുന്നുണ്ട് കേട്ടോ. എത്ര മനോഹരമായിരുന്നു അറേഞ്ച്മെന്റ്സ്. ഇപ്പൊ എന്തൊരു വാശിയാ. ആ ശീതൾ വന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ കുഞ്ഞിരുന്ന് കരഞ്ഞോളും. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരുമായി ഇടപഴകാൻ പാടില്ലെന്നാണോ? പകരില്ലേ? ഓ, പിന്നെങ്ങനെ ഞാനുമായിട്ട് ഇടപെടുന്നു? ശരിക്കും അമൃതയുടെ കരച്ചിൽ അർജുന് പകരാത്തത് വലിയ ഭാഗ്യം. എന്നാ ഞാനും കുഞ്ഞു തന്നേക്കാം. തരോ? വേഗായിക്കോട്ടെ. എന്തത്? എന്തായി കാണിക്കുന്ന? താഴെ ഇറക്ക്. പിണക്കം മാറ്റാനുള്ള പുതിയ ട്രിക്കാ. എന്നോട് പിണക്കം മാറി പിണക്കം തന്നെയാ. എന്താ എനിക്ക് പിണക്കമില്ല. കറക്കും കസേര. പുളിമാങ്ങയോ മസാല ദോശയോ കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം തോന്നുന്നുണ്ടോ? എനിക്ക് വെറുതെ ഈ പ്രണയൊന്നും കാണാൻ താല്പര്യമില്ല.
എന്നാലും ഞാൻ കാണണമല്ലോ. വർഷയുടെ ബർത്ത്ഡേ മാനിയ അന്ന് രാത്രിയായിരുന്നല്ലോ മാനിയ തുടങ്ങിയത്. എന്തൊരു നാണൊക്കെ. എന്താ ഇപ്പൊ ഓർക്കാൻ? അതുപോലെ ഒരു രാത്രി ആയിക്കോട്ടെ ഇന്നും. അയ്യടാ, ഏയ് നാണിക്കണ്ട. ആർക്ക് നാണം? പോ. അതൊക്കെ കരുത്തുണ്ടാവാൻ ഒരു ഐഡിയ കണ്ടുപിടിക്കണമെന്ന് ഇളയമ്മ പറഞ്ഞതാ. അമൃതയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ വേണ്ടി ഐഡിയ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് വർഷയ്ക്ക് ഉമ്മർലയുടെ ശിക്ഷ. ഇത് നീ വിഴുങ്ങണം, അതാ ശിക്ഷ. നാരങ്ങ വിഴുങ്ങണം. വിഴുങ്ങാനോ? പക്ഷേ ഇതെന്ത് പറ്റി? സ്വപ്നായിരുന്ന 2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ കണ്ടുപിടിച്ച് നീ എന്നോട് പറഞ്ഞിരിക്കും. ഇതെന്താ PSC പരീക്ഷ 2 മണിക്കൂറിൽ തീർക്കാൻ? മനോബലം കൂട്ടാൻ യോഗ. ഐഡിയ ആലോചിക്കുന്ന വർഷയ്ക്ക് ആരോഗ്യമാസിക കിട്ടും. ആഹാ, അമൃതയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബർഗറാ. എന്തൊരു ടേസ്റ്റാ, ഗംഭീരായിട്ടുണ്ട്. ശീതൾ ഉണ്ടാക്കിയതാ. ഇതൊരു ടേസ്റ്റിന് വേണ്ടി കഴിക്കാൻ കൊള്ളാവൂ, വിശപ്പെടുക്കാൻ പറ്റില്ല. അർജുൻ, എനിക്ക് ബർഗർ വേണ്ട, എനിക്ക് അമൃതയുടെ ഇഡ്ഡലി മതി. കഴിച്ചു നോക്ക്. സാരി എടുത്ത് യോഗ ചെയ്യാൻ ബുദ്ധിമുട്ടാ. അന്ന് കുറച്ച് കഴിയുമ്പോ നമ്മുടെ വർഷയും അമൃതയും കൂടി യോഗ ചെയ്യാൻ പോവാണ്. കരവാവഹേ സഹവീര്യം കരവാവഹേ. ഇത്ര പെട്ടെന്ന് മന്ത്രമൊക്കെ പഠിച്ചാ? യോഗ ചെയ്യണമെന്നൊന്നും കാണിച്ചില്ലല്ലോ, എന്താ കഴുത്ത് പിടിച്ചാ? ശബ്ദം. ചേച്ചി യോഗ ചെയ്തതാ, തലചുറ്റി വീണു. അത് ശരി. ശാസനം ചെയ്തതാ. ശീർഷാസനോ? ബ്ലഡ് സർക്കുലേഷൻ റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ് അത്. ഓ റിയലി? ഇപ്പൊ എങ്ങനെയുണ്ട്? ഉണ്ടമോ സശ? ഉണ്ടുമ്മ ശശ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്നുവെച്ചാ അമൃതയിലെ ഈശോയെ ഉമ്രുന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ വിളിക്കണ എന്റെ പൊന്നു വർഷയ്ക്ക്. വർഷം എങ്ങനെ സംസാരിക്കണേന്ന് അറിയോ? ശീർഷാസനം ചെയ്തപ്പോ തല തിരിഞ്ഞു പോയി സൗണ്ട് പറയുന്നതൊക്കെ തിരിച്ചായി. അമ്മേന്നാ? അമ്മേന്നാ തിരിച്ചു പറയുന്നത്? എന്തൊക്കെ അസുഖങ്ങളാ ഈ സീരിയലില്. അവളെ മെന്റൽ അസൈലത്തിലാക്കിയാൽ അവൾ പൂർണ്ണമായും ഭ്രാന്തിയാകും. ഇയാൾക്ക് ഇയാൾ കൊണ്ടേ നോക്ക്. എന്താ ഡോക്ടർ ഒരു റെമഡി? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ അർജുന, ഈ ഡോക്ടറുടെ ചികിത്സ മാറ്റ്. ശീതളിന്റെ മുന്നിൽ വെച്ച് അമൃതയോട് അധിക സ്നേഹപ്രകടനം അരുത്. അപ്പൊ അമൃതനെ ശീതൾ കൊല്ലുന്നതാണ് ട്വിസ്റ്റ്. അർജുന് ശീതളിനെ ഇപ്പോൾ ഇഷ്ടമല്ലേ? ബുൾഗാരം വെച്ച് വന്നേക്കാ കള്ളപ്പന്നി കുടുംബം കലക്കാൻ. തിന്നനിവ ഇച്ചിടിയ ഇല്ലിലിക്കിവി നാന്തിയെ നബി ഇത് ശരിയായില്ലേ? നുറബ ദുവേ ഇർഡക്ടോ. ചായ മജ്ജി ഒന്നും വേണ്ട മോളെ, ഞാൻ കഴിച്ചതാ. ശീതളിന്റെ കേസ് അല്പം കോംപ്ലിക്കേറ്റഡ്. ഈ സീരിയൽ തന്നെ കോംപ്ലിക്കേറ്റഡാ. എനിക്ക് മടുത്തു ഈ ശീതൾ കാരണം. രിശ താന്ന യുറബ തമറുക. അർജുൻ, അവളുടെ ഒരു തലതിരിഞ്ഞ സംസാരം. ഉണ്ടയോ നിപ്പല്ലെന്ന അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഉമ്മറുള്ള ദേവിക്ക് പനി പിടിച്ചു. പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇത് കേട്ടാ എനിക്ക് തലവേദന കൂടിക്കൂടി വരും. ഡോക്ടറൊക്കെ കണ്ടു ഉമ്മറോ? അമ്മ വെള്ളം മാറി കുളിച്ചോ? വെള്ളം മാറി കുളിച്ചാ പനി വരോ? നും കാച്ചളികോ ഇൽത്തിളവേ തണത. കാട്ടുഭാഷയാ. എന്താ ഇവളീ പറയുന്നത്? ഉമ്മറുബിയിലേക്ക് ഇവളുടെ സംസാരം കേട്ടിട്ടാണ് എനിക്ക് പനി കൂടുന്നത്. കഷായ എവിടെ എന്റെ പൊന്നമൃതേ? ആർക്ക് വരും? അർജുൻ, നിക്ക്. അർജുന് ഫോൺ വരുമ്പോ ശീതൾ വന്ന് ശല്യം ചെയ്യും. അത് അമൃതയ്ക്ക് ഇഷ്ടപ്പെടില്ല. ശീതൾ ഏട്ട ഫോൺ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ അമൃതയ്ക്ക് ധൈര്യം കിട്ടും. അമൃത പോയി ശീതളിനെ ചീത്തറിയും. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ആ വഴിക്കൊന്നും എന്നെ ചിന്തിപ്പിക്കരുത്. ശീതൾ, ഓഹോ, അങ്ങനെ അവരവർ അടിയാകുമ്പോഴേക്കും ഉമ്മുള്ള ചോദിക്കും. അങ്ങനെ പറയും, ഉമ്മുള്ള ചോദിക്കും എന്താണ് എമർജൻസി പറയൂ. എന്റെ ഫോണിലെ ബാലൻസ് തീർന്നു. ഇതാണോ നിന്റെ എമർജൻസി? ഭൂമി എന്തായി കാണുന്നേ? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. പാർട്ടിക്ക് ഞാനും കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞതാ. അന്ന് വൈകുന്നേരം അർജുന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. ഞാൻ പോകുന്നില്ല. ഇതിന് അമൃത പോണില്ല എന്ന് പറയും. അമ്മേ, ഞാൻ റെഡിയായി കഴിഞ്ഞു. ശീതൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കും. ഇപ്പൊ എന്തേ അമ്മയുടെ പനിയൊന്നും പ്രശ്നമില്ലേ? ഇത് കണ്ട ശീതൾ വിളകും. അമ്മയ്ക്ക് അസുഖം കുറഞ്ഞെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല ഇല്ല, കുറഞ്ഞില്ല, കൂടി. ഈ സാരിയിൽ അല്പം കൂടിയെന്ന് മാത്രം. നീ 3rd BSc അനുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് സംസാരിച്ചത് ഓർമ്മയില്ലേ? അന്ന് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? നിന്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു. അങ്ങനെ പറ. ശീതൾ ടോക്സിക് ഗേൾഫ്രണ്ട് ആട്ടാ. ശീതൾ, അമൃത കയറുന്നതിന് മുമ്പ് ശീതൾ ഒരു കാറിന്റെ ഫ്രണ്ട് ആയിരുന്നു. അമൃതേ പിന്നിൽ കയറിക്കോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ശീതളിനെ വിഷമിപ്പിക്കരുതെന്ന്. അർജുൻ പറഞ്ഞു അമൃതനോട് പിന്നിലിരിക്കാൻ. അർജുൻ എന്റെ ഫോൺ എടുത്തില്ല. അപ്പൊ ശീതൾ, അയ്യോ ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഈ ഗ്യാപ്പിൽ അമൃത കയറി ഫ്രണ്ടിലിരിക്കും. ഇല്ലെന്ന് പറഞ്ഞല്ലോ. തിരിച്ചു വരുന്ന ശീതൾ അമൃതയുടെ കൈ പിടിച്ച് തിരിക്കും. അമൃത കയ്യും പോയി ചില്ലടച്ചിട്ടാ മതിയായിരുന്നു. ഇവൾ എന്റെ പ്രിയ ഭാര്യ. ഇവളിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു. ഇതെന്താ കന്യകാമറിയത്തിനോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ഡയലോഗൊക്കെ പറയണേ? അർജുൻ, വണ്ടി നിർത്ത്. ഇതൊക്കെ കേട്ട ശീതളിനെ ഇളകും. ശീതൾ പറയും, വണ്ടി നിർത്ത്. നിങ്ങളുടെ കൂടെ വന്ന ഭ്രാന്ത് പിടിക്കില്ലേ? എന്റെ പൊന്നമൃത ഫ്രണ്ട് സീറ്റിൽ ഇറങ്ങല്ലേ. അവൾക്ക് അവിടെ കയറി ഇരിക്കാനാണ് ഐഡിയാണ്, മാറല്ലേ. എന്നാലും ഭ്രാന്തുള്ള ഇവളെങ്ങനെ തിരിച്ച് വീട്ടിലെത്തും? അക്കിന് ഇങ്ങനെ വലിയ മൊബൈലേക്ക് ഇവളെ ഞാൻ എവിടെ? അയ്യോ, ഇത് നമ്മളെ അമൃത കൊച്ചല്ലേ? നല്ല ചുമയുണ്ടല്ലോ. ഉമ്രുവിന് കോവിഡ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
ഈ കഷായം കുടിക്കാം. അമൃതയുടെ കഷായം ഞാൻ കുടിച്ചേനെ. മധുവിന് കഷായം ഒക്കെ ഉണ്ടാക്കാൻ അറിയോ? മധുമതിയുടെ കഷായം എങ്ങനെ അകത്തേക്ക് ഇറക്കുന്നത്? കഷായം എന്നും പറഞ്ഞൊരു ഗ്ലാസ് കോള എടുത്ത് കൊടുത്തേക്കാ. ഏട്ടാ, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പാർട്ടിക്ക് പോയി തിരിച്ചു വരുന്ന അമൃതയും അർജുനും മടിയാവും. എന്നോട് ഇങ്ങനെ പിണങ്ങി എങ്ങനെയോ? എന്ത് സംഭവിച്ച മോനെ, കാര്യം പറ. എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? നിന്നെ പാർട്ടിക്ക് കൊണ്ടുപോയത് എന്റെ തെറ്റ്. അമൃതേനെ സഹിക്കുന്നതിന് അർജുന ഒരു അവാർഡ് കൊടുത്തേ പറ്റൂ. പാർട്ടി തുടങ്ങാൻ വൈകുമെന്ന് പറഞ്ഞു. ഒരുപാട് സമയം നിൽക്കാൻ കഴിയില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അർജുന ദേഷ്യം വന്നതിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്മേനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയിൽ ഓടി വന്നത്. എന്നിട്ട് വന്ന് റൂമിൽ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് നിനക്ക് അമ്മേനെ കാണണ്ടേ? നീ കുറെ നേരമായിട്ട് പറയുന്നല്ലോ അമ്മ അമ്മ എന്ന്. ആരുടെ അമ്മ? യെസ് യെസ് യെസ്, അടിയാവ്. എനിക്ക് സ്നേഹം കണ്ട് പഠിത്തു. വേഗം അടിച്ചു പോയി.